ഹായ് സഹോസ്, ഇന്നെൻ്റെ ജീവിതത്തിൽ വളരെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. വല്യമ്മച്ചിയുടെ ഒരു ആഗ്രഹമായിരുന്നു അമ്മച്ചിയുടെ കൂടെ സുഹൃത്തുക്കളായിരുന്ന ജോസ്കിരി മഠത്തിലുണ്ടായിരുന്ന സിസ്റ്റേഴ്സിനെ കാണണമെന്ന്. ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ നമ്മൾ പോവുകയാണ്. അമ്മച്ചി അറിയാവുന്ന പരിചയമുള്ള സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ മഠങ്ങളിലൂടെ അമ്മച്ചിയും കൊണ്ട് നമ്മൾ യാത്ര പോവുകയാണ്. അവരെയൊക്കെ കണ്ട് സംസാരിച്ചു, സന്തോഷം പങ്കിട്ടു, സ്നേഹം പങ്കിട്ടു. ഇവരാരും ഇങ്ങനൊരു നിമിഷവും ഇങ്ങനൊരു സൗഹൃദം പങ്കുവെക്കലും ഒരിക്കൽ കൂടി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സഹോസ്, നമ്മൾ അങ്ങനെ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. എല്ലാവരുടെയും ഉള്ളിൽ ചെറിയ ദുഃഖമുണ്ട്, പക്ഷെ സന്തോഷമുണ്ട്. കാണാൻ പറ്റിയല്ലോ കുറച്ച് നാളുകൾക്ക് ശേഷം. ഞങ്ങൾ അടുത്ത മഠത്തിലെത്തി. ഈ രണ്ട് സിസ്റ്റേഴ്സും ജോസ്കിരിയിൽ സേവനം ചെയ്തവരാണ്. വർഷങ്ങൾക്ക് മുൻപ് അവരവിടുത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. തീർച്ചയായും സിസ്റ്റേഴ്സിൻ്റെ കഷ്ടപ്പാടും അവരുടെ സഹനങ്ങളും അതൊക്കെ ജോസ്കിരിയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിലും കയറി ഇറങ്ങുകയും ഓരോ മണൽത്തരികൾക്കും പറ്റിയുണ്ടായിരുന്നു. അന്ന് പറ്റുമായിരുന്ന കാലം വളരെ യങ്ങായിട്ടുള്ളയാള്. അന്നേരം പിന്നെ എന്നെ കുഴപ്പമുള്ള എവിടെ വേണേലും കയറിയത് മലയിലും എല്ലാ വീട്ടിലും പോയിട്ടുണ്ടല്ലേ? എല്ലാ വീട്ടിലും പോകും. എല്ലാ ആളും അറിയുകയും ചെയ്യാം. എല്ലാവരും അന്നത്തെ ഇന്നിപ്പോൾ ആരും നമ്മളെ അറിയില്ല. പിള്ളേർ കഷ്ടിച്ച് അറിയും. പിള്ളേരെന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ അപ്പന്മാർ ആ പ്രായത്തിലുള്ള പിള്ളേർ. ഞാൻ 54 വർഷം 52 വർഷം പോയ എല്ലാ മഠങ്ങളിൽ നിന്നും സിസ്റ്റേഴ്സ് ചെറിയ ചെറിയ സമ്മാനങ്ങൾ അമ്മച്ചിക്ക് നൽകി കേട്ടോ. ആ സ്നേഹവും ആ ബന്ധത്തിൻ്റെയൊക്കെ ഊഷ്മളതയും ഭംഗിയും നമുക്കവിടെ കാണാൻ പറ്റും. ഞങ്ങൾ അങ്ങനെ അടുത്ത മഠത്തിലെത്തി. കാണുന്നവരെല്ലാം അമ്മച്ചി അറിയുന്നവരും അമ്മച്ചിക്ക് അറിയാവുന്നവരുമാണ്. പഴയ ആളുകളൊക്കെ കാണാൻ വേണ്ടി കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു അത് പിന്നെ അറിയാമയാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടാനൊക്കെ എന്നോട് പറഞ്ഞു. അമ്മച്ചിക്ക് ഏകദേശം 85 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ അതൊക്കെ സഹിച്ചുകൊണ്ടാണ് അമ്മച്ചി ഇവരെ കാണാൻ വേണ്ടി വന്നത്. അതാണ് അവരുടെ സ്നേഹത്തിൻ്റെ ആ ബന്ധത്തിൻ്റെ ആ ആഴം. ഇത് നമ്മുടെ പ്രിയപ്പെട്ട മെല്ലോമ്മയാണ്. അമ്മച്ചിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരികളിൽ ഒരാളാണ് സിസ്റ്റർ. ഞങ്ങളവിടെ ചെന്നപ്പോൾ മെല്ലോമ്മ സന്തോഷമായി. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പാട്ടൊക്കെ പാടി തന്നു. കുറേ നേരം സംസാരിച്ചു കേട്ടോ. പ്രിയപ്പെട്ട സഹോസ്, നമ്മുടെ മെല്ലോമ്മ നമുക്ക് വേണ്ടി, ആരാധകർക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതാണ്. മെല്ലോമ്മേ, പഠിക്കൂ. മോക്ഷരാജ്യത്തിൽ നിന്നെഴുന്നള്ളി നീ വരണമൻ ദൈവകുമാര, ദൈവകുമാര, ദൈവകുമാര. മോക്ഷരാജ്യത്തിൽ നിന്നെഴുന്നള്ളി നീ വരണമൻ ദൈവകുമാര, ദൈവകുമാര. ഞാനതിൽ നന്മ പ്രവർത്തികൾ കൊണ്ട് നെയ്തു വച്ചിട ഭൂമെത്തയൊന്ന് മോക്ഷരാജ്യത്തിൽ നിന്നെഴുന്നള്ളി നീ വരണമൻ ദൈവകുമാര, ദൈവകുമാര, ദൈവകുമാര. അടിപൊളി അടിപൊളി അടിപൊളി. അടിച്ചു. സഹോസ്, അമ്മച്ചി യാത്രയ്ക്ക് അവസാനിപ്പിച്ച് തിരിച്ചു പോവുകയാണ്. 3 ദിവസത്തെ യാത്രയായിരുന്നു ഇത്. നമ്മൾ കുറച്ച് വീഡിയോ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. കാലിന് വേദന ഉണ്ടായിരുന്നിട്ടും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നിട്ടും ഇവരോടുള്ള സ്നേഹം കാരണമാണ് അമ്മച്ചി ഇങ്ങോട്ട് വന്നത്. ഇത് മുളപ്പുറം FCC കോൺവെൻ്റാണ്. ഇവിടെ നിന്നാണ് അമ്മച്ചി തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. ഈ നിമിഷം എല്ലാ സിസ്റ്റേഴ്സിനും നന്ദി പറയുന്നു. അമ്മച്ചിയെ സ്വീകരിച്ചതിനും പരിചരിച്ചതിനും
സംസാരിച്ചതിനും എല്ലാത്തിനും ഒത്തിരി ഒത്തിരി നന്ദി. ഞാനും സന്തോഷവാനാണ് കേട്ടോ. അമ്മച്ചിയുടെ ഈ സ്വപ്നം പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചല്ലോ. ഇനി എല്ലാരോടും കൂടെ എല്ലാവരോടും കൂടെ അപ്പൂവിന് പ്രത്യേകം നന്ദി സ്നേഹം പ്രാർത്ഥന. സീറ്റ് ബെൽറ്റ് ഇടിക്കണം. തിരിച്ചു അങ്ങോട്ടും. God bless you. Yes. God bless you. Thank you. Angel Thank you so kiss much. you. Angel kiss you. എല്ലാരോടും കൂടെ കേട്ടോ. രണ്ടു മൂന്ന് ദിവസം കഞ്ഞിയും തന്ന് ദീർഘമായ യാത്രയ്ക്ക് ശേഷം ഒരു ക്ഷീണവും ഇല്ലാതെ വന്ന അതേ പുഞ്ചിരി ഇപ്പോഴും മുഖത്തുണ്ടായിട്ട് ഇനിയും എത്ര ദിവസം വേണമെങ്കിലും മൂവാറ്റുപുഴയിൽ കറങ്ങി നടക്കാത്ത ഒരു ആത്മവിശ്വാസത്തോടെയാണ് വെച്ചിരിക്കുന്നത് അല്ലേ? അതാണ് ബലം. പ്രായമൊന്നും അല്ല. പ്രായം വെറും നമ്പർ. മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ